ഇപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, എന്താണ് ഫീച്ചേഴ്സ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് കൺസ്യൂമർ ബിഹേവിയർ. അപ്പോൾ ആരാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ആരാണ് കൺസ്യൂമർ അല്ലേ, അവരുടെ ബിഹേവിയർ എന്താണ്, ആ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ്, നമ്മൾക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കസ്റ്റമർ ആരാണെന്നും കൺസ്യൂമർ ആരാണെന്നും എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് അല്ലേ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ടോയ് ഷോപ്പ് കാണിച്ചിട്ടുണ്ട് അല്ല, അതിൽ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ടോയ് വാങ്ങിയിട്ടുണ്ട്, കയ്യിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ടോയ് ഉണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം കസ്റ്റമർ എന്നും കൺസ്യൂമർ എന്നും പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കുക, ദ കസ്റ്റമർ ബൈസ് ദ പ്രോഡക്റ്റ് ബട്ട് ദ കൺസ്യൂമർ യൂസസ് ഇറ്റ് അല്ലേ. കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണോ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അവർ നമ്മൾ എന്ത് പറയാം, കസ്റ്റമർ എന്ന് പറയാം അല്ലേ. അതാണ് കസ്റ്റമർ അല്ലേ. കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന ആരാണ്, ആ കുട്ടിയുടെ അച്ഛനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛനാണ് എന്ത് ചെയ്യുന്നത്, ആ ടോയ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആൾ, അവരാണ് കസ്റ്റമർ. ഇനി കൺസ്യൂമർ എന്ന് പറയുന്ന ആരാണ്, കൺസ്യൂമർ യൂസസ് ഇറ്റ് അല്ലേ, ആരാണോ അത് യൂസ് ചെയ്യുന്നത് അവരെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ശരിയാണ്, എന്താണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്, കസ്റ്റമറും ഡിഫറെൻ്റ് ആണ്, കൺസ്യൂമറും വേറൊരു വ്യക്തിയാണ്. അപ്പോൾ സംടൈംസ് ദേ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ ആയിരിക്കാം. ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനം നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ അത് നമ്മളാണ് കസ്റ്റമറും നമ്മൾ തന്നെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ ഇതെന്തായിരിക്കാം, ഡിഫറെൻറ്റ് പീപ്പിൾ ആയിരിക്കാം എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിൽ പറയുന്നത്. അപ്പോൾ അത് നോക്കുക, അതാദ്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മീനിങ് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്, groups or organizations select, buy, use and dispose ideas, goods and services. അതായത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റഡിയാണ്. എങ്ങനെയാണ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അല്ലെ സെലക്ട്, ബൈ, യൂസ് ആൻഡ് ഡിസ്പോസ് ഐഡിയാസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് എന്താണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് സെലക്ട് ചെയ്യുന്നത്, സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്, അവരുടെ ഐഡിയാസ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ഷൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. അതായത് മാർക്കറ്റ് പ്ലേസിലെ കൺസ്യൂമേഴ്സ് കാണിക്കുന്ന ആ ഒരു ആക്ഷൻസ്, അവരുടെ അണ്ടർലൈയിങ് മോട്ടീവ്സ് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് എന്താണോ അതിനെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ പ്രോസസ് ആസ് ടു ഹൗ കൺസ്യൂമർ മേക്ക് ദെയർ പർച്ചേസ് ഡിസിഷൻ ടു മേക്ക് ദെയർ നീഡ്സ്. അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് രീതി അല്ലെ, എങ്ങനെയാണ് പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. അവരുടെ നമുക്കൊരു നീഡ് ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടായിരിക്കും അല്ലേ. ആ ഒരു പർച്ചേസ് ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രോസസ്സാണോ ചെയ്യുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, വാൾട്ടേഴ്സ് ആൻഡ് പോൾ പറയുന്നതാണ്, കൺസ്യൂമർ ബിഹേവിയർ ഈസ് ദ പ്രോസസ് വെർ ബൈ ഇൻഡിവിജ്വൽസ് ഡിസൈഡ് വാട്ട്, വെൻ, വേർ, ഹൗ ആൻഡ് ഫ്രം ഹോം ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് അല്ലേ. അതായത് വേർ ബൈ ഇൻഡിവിജ്വൽസ് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. അവർ ഡിസൈഡ് ചെയ്യാണ് അല്ലേ, എന്താണ്, വാട്ട് അല്ലേ, വാട്ട് എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്, മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഇനി കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറും അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയറും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് പറയുന്നത്. അത് ബയ്യർ ബിഹേവിയറും കൺസ്യൂമർ ബയ്യർ ബിഹേവിയറും തമ്മിലുള്ള. അപ്പോൾ അത് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ബൈയിങ് ആണ് അല്ലേ, എന്തിൻ്റെ പർപ്പസിലാണ് വാങ്ങിക്കുന്നത് എന്ന് നോക്കാം. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ പറയുന്നത് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ അൾട്ടിമേറ്റ് യൂസ്.
അല്ലേ? ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവരുടെ അൾട്ടിമേറ്റ് യൂസിനും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ വാങ്ങിക്കുന്നത്. ദ ബൈയിങ് പർപ്പസ് ഓഫ് സച്ച് കൺസ്യൂമേഴ്സ് ഈസ് നോട്ട് ടു ഏൺ പ്രോഫിറ്റ് ബൈ റീസെല്ലിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഈ ഒരു ബൈയിങ് പർപ്പസിൽ അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതല്ല ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് റീസെൽ ചെയ്യുക എന്നുള്ളതല്ല. എന്നാൽ ഓർഗനൈസേഷൻ ബൈയിങ് ബിഹേവിയറിൽ പറയുന്നത് ദ ഓർഗനൈസേഷൻസ് ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദെയർ ബിസിനസ് നീഡ്സ്. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ വാങ്ങിക്കുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങിക്കുന്നത് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ബൈയിങ് പർപ്പസ് ഓഫ് ദം ഈസ് ടു ഏൺ പ്രോഫിറ്റ്. അവരുടെ ബൈയിങ് പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ വാങ്ങിച്ച ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് റീസെല് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ വാങ്ങിക്കുന്നത് എന്തിനായിരിക്കും? ഗുഡ്സും സർവീസസും അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ഏൺ ചെയ്യാനും റീസെല് ചെയ്യാനായിരിക്കും എന്നുള്ളതാണ്. ഇനി എന്താണ് ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് നോക്കാം. ഓൾദോ കൺസ്യൂമേഴ്സ് ബൈ വാരിയസ് കൈൻഡ്സ് ഓഫ് ഗുഡ്സ്, ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് റിമെയിൻ സ്മോൾ. കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന അല്ലേ ആ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റിമെയിൻ സ്മോൾ ആയിരിക്കും. അവർ ഓൺലി നെസസറി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മാത്രമായിരിക്കുള്ളൂ, അവർ റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നെസസറി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മാത്രമായിരിക്കും ആര് വാങ്ങിക്കുന്നുണ്ടായിരിക്കുള്ളൂ? കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഒരു ഓർഗനൈസേഷൻ ബൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലാർജ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും അല്ലേ? ഓർഗനൈസേഷനിൽ അവർക്ക് റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയല്ല, അവർക്ക് എന്ത് വേണം? ലാർജ് ക്വാണ്ടിറ്റീസ് ആവശ്യമാണ്. അപ്പോൾ അതൊരു ഡിഫറൻസ് ആണ്. ദെൻ പർച്ചേസ് ഡിസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. കൺസ്യൂമേഴ്സ് ബൈയിങ് ടേക്ക് ഡിസിഷൻ ബൈ കൺസ്യൂമേഴ്സ് തംസെൽഫ് അല്ലേ? ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡിസിഷൻ എടുക്കുന്നത് ആര് തന്നെയാണ്? കൺസ്യൂമർ തന്നെയാണ് അല്ലേ? സ്വന്തമായിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ബൈയിങ് ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ഒരു ഓർഗനൈസേഷണൽ പർച്ചേസിങ് എന്ന് പറയുന്നത് ഒരു റാഷണൽ പ്രോസസ്സാണെന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട് ഗൈഡഡ് ബൈ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഹാവിങ് ടു ഡു വിത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ടേക്ക് എ ലോങ് ടൈം ദാൻ കൺസ്യൂമർ ബൈയിങ്. ഒരു കൺസ്യൂമർ ബൈയിങ്ങിനേക്കാളും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റാഷണൽ പ്രോസസ്സും കൂടിയാണ്. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനായിട്ട് എന്തില്ല, പറ്റില്ല എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയറിൽ വരുന്നത്. ഇനി മാർക്കറ്റ് നോളജ് എങ്ങനെയാണെന്ന് നോക്കാം. കൺസ്യൂമേഴ്സ് ബൈയിങ് ബിഹേവിയറിൽ മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് മേ നോട്ട് ഹാവ് ആഡ്വക്കേറ്റ് നോളജ് ആൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് മാർക്കറ്റ് അല്ലെ? മാർക്കറ്റിനെ കുറിച്ചിട്ട്, മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടൊന്നും മോസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സിനും ആഡ്വക്കേറ്റ് നോളജ് ഉണ്ടായിരിക്കില്ല. എന്നാൽ ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയറിൽ ഓർഗനൈസേഷണൽ പർച്ചേസ് ക്രൈറ്റീരിയ സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അവർക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് നല്ല എന്തുണ്ടായിരിക്കും, നോളജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറിൽ ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ബൈ മെനി ഗുഡ്സ് ടു യൂസ് ടു സാറ്റിസ്ഫൈ പേഴ്സണൽ ഓർ ഫാമിലി നീഡ്സ്. അതായത് പേഴ്സണൽ നീഡ്സ് അല്ലെങ്കിൽ ഫാമിലി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്യൂമേഴ്സ് കൂടുതലും ഗുഡ്സ് വാങ്ങിക്കുന്നത്. ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയറിൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബയേഴ്സ് ബൈ ലിമിറ്റഡ് ഗുഡ്സ് ടു യൂസ് കണ്ടക്ട് ബിസിനസ്. അവർ അവരുടെ ബിസിനസ് നടത്താൻ വേണ്ട അല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ഗുഡ്സാണ്, ലിമിറ്റഡ് ഗുഡ്സാണ് എന്ത് ചെയ്യുന്നത് ഓർഗനൈസേഷൻ വാങ്ങിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബയ്യർ ബിഹേവിയർ ഒന്നും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. ഒരു കൺസ്യൂമർ എങ്ങനെ വാങ്ങിക്കുന്നത്, രണ്ടും എന്താണ്, ഒരു കൺസ്യൂമർ വാങ്ങിക്കുക തന്നെയാണ്. അപ്പോൾ കൺസ്യൂമർ ബൈയിങ് ചെയ്യുക അവരുടെ ബിഹേവിയർ എന്താണ്, ഓർഗനൈസേഷണൽ ബൈയിങ് ബിഹേവിയർ എന്താണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അല്ലേ കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിലില്ലാത്തൊരു ഫാക്ടറും കൂടെയാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സും കൂടെ അതിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബൈയിങ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്നും പറയാം, ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നും പറയാം. അപ്പം ഇങ്ങനെയാണ്
ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ, ബൈയിങ് ഡിസിഷൻ ഓർ ഡിറ്റർമിനൻസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഇങ്ങനെ വരച്ച് വയ്ക്കുക അല്ലേ. ഏതൊക്കെ ഫാക്ടേഴ്സാണ്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. ഇങ്ങനെ 5 ഫാക്ടേഴ്സാണ് കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോന്നിലും സബ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൽ സബ് ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഉണ്ടെങ്കിൽ അതിലും ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും എന്തുണ്ട്? അതിൻ്റെ സബ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത് പറയുന്ന എന്താണ്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ മെയിനായിട്ട് എടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നെന്ന് പറയുന്നത് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ ആണ്. 2 പെർസെപ്ഷൻ, 3 ലേണിംഗ്, 4 ബിലീഫ്സ് ആൻഡ് 5 ആറ്റിറ്റ്യൂഡ്സ്. ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി ഇത് ഓരോന്നും എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സും അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൾച്ചറൽ, സബ് കൾച്ചറൽ, സോഷ്യൽ ക്ലാസ്. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഫാമിലി, റെഫറൻസ് ഗ്രൂപ്പ്, റോൾ ആൻഡ് സ്റ്റാറ്റസ്. ദെൻ പേഴ്സണൽ ഫാക്ടേഴ്സിൽ വരുന്നത് ഏജ്, ജെൻഡർ, ദെൻ സ്റ്റേജസ് ഇൻ ദ ലൈഫ് സൈക്കിൾ, ഒക്യുപ്പേഷൻ, ലൈഫ് സ്റ്റൈല്, പേഴ്സണാലിറ്റി, സെൽഫ് ഇമേജ്. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സിൽ പേഴ്സണൽ ഇൻകം, ഫാമിലി ഇൻകം, ഇൻകം എക്സ്പെക്റ്റേഷൻസ്, സേവിങ്സ്, ലിക്വിഡിറ്റി പൊസിഷൻ ആൻഡ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഇത്രയാണ് വരുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ നമുക്കറിയാം കൺസ്യൂമേഴ്സ് ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വിത്തിൻ ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ഇൻഡിവിജ്വൽസിലാണ് എന്ത് ചെയ്യുന്നത്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അല്ലേ. എന്താണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ്, നമ്മളുടെ ഒരു ഉള്ളിലുള്ള ഫാക്ടറാണ്. വി നോ ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഔട്ട്കം ഓഫ് ഇൻഡിവിജ്വൽ മെൻ്റൽ പ്രോസസ്സ്. നമുക്കറിയാം നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ മെൻ്റൽ പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കമാണ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലേ. നമ്മളുടെ ഒരു ഇൻഡിവിജ്വൽ മെൻ്റൽ പ്രോസസ്സിൻ്റെ ഒരു ഔട്ട്കം അല്ലെ, അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ദിസ് മെൻ്റൽ പ്രോസസ്സ്, ഈ ഒരു മെൻ്റൽ പ്രോസസ്സ് കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ബൈയിങ് ഡിസിഷൻസ് സ്റ്റാർട്ട് വിത്ത് നീഡ് റെക്കഗ്നിഷൻ. നമുക്കറിയാം എല്ലാ ബൈയിങ് ഡിസിഷനും അല്ലേ, എന്ത് വാങ്ങണം എന്നുള്ള തീരുമാനവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റെക്കഗ്നിഷൻ, ഒരു നീഡിലൂടെയാണ്. ഒരു ആവശ്യം നമുക്ക് ഉണ്ടാവണം അല്ലേ. അപ്പോൾ പീപ്പിൾ ഓൾവേസ് സീക്ക് ടു സാറ്റിസ്ഫൈ ദെയർ നീഡ്സ്. എല്ലാ ആളുകളും അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. സോ വെൻ നീഡ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇറ്റ് ഡ്രൈവ്സ് പീപ്പിൾ ടു സാറ്റിസ്ഫൈ ദാറ്റ് നീഡ്. അപ്പോൾ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ശ്രമിക്കും. സോ ദെൻ ദ നീഡ് ബിക്കംസ് എ മോട്ടീവ്. ആ നീഡ് പിന്നീട് എന്തായി മാറും? ഒരു മോട്ടീവായിട്ട് മാറും. അപ്പോൾ ആ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്, ആ മോട്ടീവ് അറൈസസ് ഫ്രം നീഡ്സ് ആൻഡ് വാണ്ട്സ്. ആ മോട്ടീവിൽ നിന്നാണ് നമ്മളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എറൈസ് ചെയ്യുന്നത്. സോ ദ ഫോഴ്സ് ദാറ്റ് കൺവേർട്സ് നീഡ്സ് ഇൻ ടു മോട്ടീവ് ഈസ് കോൾഡ് മോട്ടിവേഷൻ. അതായത് ഈ ഒരു മോട്ടീവ് എറൈസ് ചെയ്യുന്നത് നീഡ്സിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വാണ്ട്സിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സ്, അതായത് നീഡ്സിനെ മോട്ടീവ്സ് ആക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു മാസ്ലോസ് തിയറി പഠിച്ചിട്ടുണ്ട് അല്ലേ. 5 ടൈപ്സ് ഓഫ് ഹ്യൂമൻ നീഡ്സ് പഠിച്ചതാണ്. സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇങ്ങനെ മാസ്ലോ തിയറി പഠിച്ചിട്ടുണ്ട്. അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട നീഡ്സ് ഏതൊക്കെയാണ്, ഓരോ നീഡ്സ് നമ്മളെങ്ങനെ എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്ത് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതായത് നീഡ്സും അതുപോലെ തന്നെ അവരുടെ വോൺസും എന്തായി മാറുന്നു എന്ന് പറയുന്നത് കൺസ്യൂമർ മോട്ടീവായിട്ട് മാറുന്നു. ആ മോട്ടീവ് കൺവേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കൺസ്യൂമർ നീഡ്സ് ആൻഡ് മോട്ടിവേഷൻ.